67 പേരുടെ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കൂടുതലും സ്ത്രീ മുഖങ്ങളാണ്. നമുക്കൊപ്പം ഇപ്പോൾ രണ്ടുപേരുടെ ഇടവും വലവും രണ്ടുപേർ നിൽപ്പുണ്ട്. കഴിഞ്ഞ കാലത്തെ സമര മുഖങ്ങളിലൊക്കെ സജീവമായിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ആലത്തറയിലെ ആലത്തറ വാർഡ് നിയുക്ത NDA സ്ഥാനാർത്ഥി ബിന്ദു. ചേച്ചി, എങ്ങനെയുണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തെ, എങ്ങനെ കാണും? വളരെ സന്തോഷം. ഈ പ്രാവശ്യം ഞങ്ങൾ ആലത്തറ പുതിയ വാർഡാണ് ആലത്തറ. അതുകൊണ്ട് ആ വാർഡ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് നമ്മുടെ തീരുമാനം. അതിനുവേണ്ടി 24 hours വർക്ക് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാർഡ് ഞങ്ങൾ കറക്റ്റായിട്ട് പിടിച്ചിരിക്കും. സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞതാണ് 365 ദിവസം 24 മണിക്കൂർ ഇറങ്ങുകയാണ്. ഇതിനു വേണ്ടി ഞങ്ങൾ 24 മണിക്കൂർ ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങളും നാട്ടുകാരോടൊപ്പം എല്ലാ സമയത്തും ഞങ്ങളുണ്ടാകും. പുതിയ വാർഡാണ്, അപ്പോൾ എങ്ങനെയായിരിക്കും വാർഡിലുള്ള ആളുകൾ പ്രതികരിക്കാതെ ആശങ്കയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾ ഓൾറെഡി എല്ലാവരുമായിട്ട് ഒരു സമ്പർക്കം നടത്തി കഴിഞ്ഞു. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് നമ്മളോട് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും BJPക്കാരോട് ഒരു പ്രത്യേക നയമാണ് എല്ലാവരും കാണിക്കുന്നത്. അറിയാലോ, മുൻകാലങ്ങളിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഞങ്ങളുടെ വാർഡ് നേരത്തെ വാർഡ് വിഭജനം വന്നപ്പോൾ ഞങ്ങൾ ആ പുതിയ ആക്കുളം വാർഡിലോട്ട് മാറിയതാണ്. ആക്കുളം വാർഡ് വിഭജിച്ചാണ് ചെറുവയ്ക്കൽ വാർഡിലോട്ട്, ആലത്തറ വാർഡിലോട്ട് ഞങ്ങൾ മാറിയത്. അതുകൊണ്ട് എല്ലാവരുടെയും നല്ല ഒരു സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ വാർഡിലെ ഫസ്റ്റ് വോട്ട് അത് സ്ഥാനാർത്ഥിയായി തന്നെ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ? തീർച്ചയായിട്ടും.